ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കേ ആനയിറങ്ങൽ ഡാമിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഇന്ന് ആനയിറങ്ങൽ ഡാമിൻ്റെ ഒരു തീരത്തേക്ക് പോകാം കേട്ടോ. അതിൻ്റെ ഒരു ബോട്ടിംഗ് സെൻറ്റർ ഉണ്ട്, ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ബോട്ടിംഗ് സെൻറ്ററിൻ്റെ പേരാണ് എലിഫൻറ്റ് എബോർഡ് ബോട്ടിംഗ് സെൻറ്റർ. അപ്പം നമ്മൾ ആനയിറങ്ങലിലെത്തി. മൂന്നാറിൽ നിന്നും മധുരയ്ക്ക് പോകുന്ന റോഡാണ്, കുമളിക്കൊക്കെ പോകുന്ന റോഡാണ്. ഇത് കണ്ടോ, ഈ ആർച്ചിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി പോകേണ്ടത്. കണ്ടോ, എലിഫൻറ്റ് എബോർഡ് ബോട്ടിംഗ് സെൻറ്റർ ആനയിറങ്ങൽ. അപ്പം നമ്മളിവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതുണ്ട്, രണ്ട് സൈഡിലും നല്ല മനോഹരമായ ടീ പ്ലാന്റേഷനാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. റോഡൊക്കെ കുഴപ്പമില്ലാത്ത റോഡാണ്, മെറ്റിലൊക്കെ പാകിയ റോഡാണ്. അപ്പം നമ്മൾ ആ റോട്ടിലൂടെ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. നല്ല ക്ലിയർ സ്കൈ ആണ്, അതുകൊണ്ട് നമുക്കിങ്ങനെ നല്ല ഭംഗിയാണ് ഇതിൽ പോകാൻ. ഇത് കോടമഞ്ഞുള്ളപ്പോൾ നല്ല മഞ്ഞ് മൂടിയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ മഞ്ഞ് മൂടി റോഡൊന്നും കാണാത്ത രീതിക്കുള്ള മഞ്ഞ് ഇവിടെ കയറി വരുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് രണ്ട് സൈഡിലും കുറേ മരങ്ങളൊക്കെ കണ്ടോ, ചൗക്കമരമാണിത്. ഇത് മിക്ക ടീ പ്ലാന്റേഷനുകളിലും ഈ മരങ്ങളുണ്ട്. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആനയിറങ്ങൽ ഡാമിൻ്റെ ബോട്ടിംഗ് സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഇപ്പം ഇല്ല കേട്ടോ, ബോട്ടിംഗ് നിരോധിച്ചിരിക്കുകയാണ്. ആനകൾക്കൊക്കെ ശല്യമാകുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഹർജി കൊടുത്തുകൊണ്ട് അതിൻ്റെ ബേസിൽ ഹൈക്കോടതി ഇതിനൊരു സ്റ്റേ കൊടുത്തേക്കാണ്. അതുകൊണ്ട് ഇപ്പം ബോട്ടിംഗ് ഇവിടെ നടക്കുന്നില്ല. അത് ശരിക്കും ഒരു ടൂറിസത്തിനെ ഇത് ബാധിക്കുന്നുണ്ട്. കാരണം ഇതിലെ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു ബോട്ടിംഗ് ആയിരുന്നു. ഒത്തിരി സഞ്ചാരികൾ പല സ്ഥലത്തു നിന്നും ഈ ബോട്ടിങ്ങിന് വേണ്ടി ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാർക്കാണ് അവിടെ ഉള്ളത്. ആ പാർക്ക് കയറി നമുക്ക് സഞ്ചരിക്കാം, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം. അത്രയും മാത്രമാണ് നമുക്ക് അവിടെ ഇപ്പോൾ ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ നമുക്ക് നല്ല ബോട്ടിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. വലിയ 20 മെമ്പേഴ്സിന് പോകുന്ന ബോട്ടിങ്ങും സ്പീഡ് ബോട്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഇത് നിർത്തലാക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ ആ ഒരു ടൂറിസം ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റിന് അതൊരു വലിയൊരു നഷ്ടമാണ്. നമ്മുടെ സർക്കാരിന് തന്നെ ഇത് വലിയൊരു നഷ്ടമാണ്. അപ്പം സർക്കാർ ഇത് മുൻകൈ എടുത്ത് ഈ ബോട്ടിംഗ് പുനഃസ്ഥാപിക്കണമെന്നാണ് എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന. എല്ലാ ടൂറിസ്റ്റുകളുടെയും ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റാണിത്. അതുകൊണ്ട് നല്ലൊരു ബോട്ടിംഗ് ഏരിയയാണ് ആനയിറങ്ങൽ ഡാമിൽ. ബോട്ടിംഗ് പോകുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ആസ്വാദകരമായ ഒരു ബോട്ടിംഗ് അനുഭവമായിരിക്കും. അത് ഒത്തിരി ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്, ആ ബോട്ടിംഗ് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും പുനഃസ്ഥാപിച്ച് ബോട്ടിംഗ് തുടരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ്. സർക്കാരും അധികൃതരും ഹൈക്കോടതിയും അല്ല ഇതിന് ഒരു മുൻകൈ എടുത്ത് ഈ ബോട്ടിംഗ് പുനഃസ്ഥാപിക്കാൻ തന്നെ ചെയ്യണം. കാരണം നല്ല വഴിയാണ്, പക്ഷെ കുറച്ച് കുഴി വെള്ളമൊക്കെ കിടപ്പുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വണ്ടി ഓടിച്ചു പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നോക്കണ്ടോ, നല്ല ആനയിറങ്ങൽ ഡാമിൻ്റെ കെട്ട് കാണാം. ഇതാണ്ടോ, ഇങ്ങനെ നമ്മളതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് ആനയിറങ്ങൽ ഡാമിൻ്റെ കെട്ട്. വെള്ളമൊക്കെ ഇപ്പം നിറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണേ. ഇത് കണ്ടോ, നല്ല വ്യൂ അല്ലേ ആനയിറങ്ങൽ ഡാമിൻ്റെ? അതിമനോഹരമായ വ്യൂ ആണ്. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു എൻട്രി പാസ് എടുക്കണം. ആ പാസ് എടുത്തിട്ടാണ് നമുക്കുള്ളിലേക്ക് പോകാൻ കഴിയുക. അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് എത്താറായി, ബോട്ടിംഗ് സെൻറ്ററിൻ്റെ അടുത്ത് എത്താറായി. ഇത് പണ്ടൊരു ഹൈഡൽ പാർക്ക് പോലത്തെ പാർക്കായിരുന്നു. അപ്പം നമ്മൾ അവിടെ എത്തി. ഇതേ കണ്ടോ, ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ. ഗസ്റ്റുകൾക്ക് വരുന്നുണ്ട്. 50 റുപ്പീസാണ് അഡൾട്ടിന്, 30 റുപ്പീസാണ് ചിൽഡ്രൻസിന്. ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ. അപ്പോൾ എല്ലാവരും വരിക, ആസ്വദിക്കുക.